ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ പ്രബോധനാത്മക കൃതിയായ അനുകമ്പാ ദശകത്തിലെ അവസാനത്തെ 3 മന്ത്രങ്ങളും ഫലശ്രുതിയുമാണ് ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യാപിക സന്ധ്യ വിജയകുമാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനായി ആദരണീയയായ സന്ധ്യ വിജയകുമാർ മാഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമുദയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഏറെ ബഹുമാന്യരായ ശ്രീനാരായണ ധർമ്മ പണ്ഡിതൻ കോർഡിനേറ്റർ ശ്രീ എ വി പ്രസാദ് കുമാർ സാറ്, ഈ ഗൂഗിൾ മീറ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സഹപഠിതാക്കളെ, എന്നെ ശ്രമിക്കുന്ന എല്ലാ പഠിതാക്കൾക്കും ഒറ്റ വാക്കിൽ നമസ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7 വരെയുള്ള മന്ത്രങ്ങൾ വിചാരം ചെയ്തിരുന്നു. എങ്കിൽ നിർഭാഗ്യവശാൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് നോട്ട് തരാൻ സാധിച്ചില്ല. ഇന്ന് നമുക്ക് നോട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ മന്ത്രമൊക്കെ പഠിച്ചില്ലായിരുന്നു ഒരു പുതിയ മന്ത്രം, അരുളുള്ളവനാണ് ജീവി എന്നൊരു പുതിയ മന്ത്രമൊക്കെ ഗുരു നമ്മെ പഠിപ്പിച്ചു. 4ാമത്തെ മന്ത്രത്തിൽ ഈ അരുളിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു തരുന്നിട്ടുണ്ട് ഗുരു. ഈ അരുളി ഇല്ലെങ്കിൽ അവൻ എന്താകുന്നു എന്ന് ഗുരു നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ് 4ാമത്തെ മന്ത്രം എന്ന് പറയുന്നത്. കുറെ 2 ഉദാഹരണങ്ങൾ കൂടി കൊണ്ടതാണ് ഗുരു നമുക്കത് വെളിപ്പെടുത്തി തരുന്നത്. ഇനി ഗുരു നമുക്ക് 5ാമത്തെ മന്ത്രത്തിൽ പഠിപ്പിച്ചത് എന്താണ്? 6 മാറ്റങ്ങൾക്ക് വിധേയമാണ് ശരീരം എന്ന ബോധം നമ്മളിലേക്ക് പറഞ്ഞു തരികയും ഈ മാറ്റത്തിനൊക്കെ അതീതമായി നിൽക്കുന്ന അറിവിനെ കുറിച്ചുമാണ് 5ാമത്തെ മന്ത്രത്തിൽ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതിനുശേഷം 6ാമത്തെ മന്ത്രത്തില് ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഈ അരുളും അൻപും അനുകമ്പയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അവതാര പുരുഷന്മാരെ കുറിച്ചാണ്. 7ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ പുരുഷാകൃതി പൂണ്ട ദൈവത്തെക്കുറിച്ചും നരദിവ്യാകൃതി പൂണ്ടുവന്ന ധർമ്മത്തെക്കുറിച്ചും പരമേശ പവിത്രപുത്രനെ കുറിച്ചും കരുണാവാൻ നബി മുത്തു രത്നത്തെ കുറിച്ചുമൊക്കെ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ആദ്യം നമുക്ക് 4ാമത്തെ മന്ത്രത്തിന്റെ ഒന്ന് കൂട്ടത്തെ എഴുതിയെടുക്കാം. റെഡിയാണോ? ആരെങ്കിലും ഒരാൾ മറുപടി പറയണേ. പറയുകയാണെ 4ാമത്തെ മന്ത്രത്തിന്റെ വിവരണം പറയാം. ബോധ സത്യത്തെക്കുറിച്ചുള്ള അറിവും തുടർന്നുള്ള അനുകമ്പയും നാലാമത്തെ എഴുതിയല്ലേ? എന്തോ? 4ാമത്തെ എഴുതിയല്ലേ? 3ാമത്തെ അല്ലേ? 4ാമത്തെ പറയുന്നത്. 4ാമത്തെ എഴുതിയായിരുന്നു. 4 എഴുതിയാന്ന് എനിക്ക് 4 എഴുതിയതാ. ആണോ? ഇന്ന് 5ാമത്തെ. ഓക്കെ, 5ാമത്തെ.
എങ്കിൽ അഞ്ചാമത്തെ എഴുതുവാണേ. പറയട്ടെ. ടീച്ചറെ 4 ഒന്നുകൂടെ പറയണേ. 4 ബോധസത്യത്തെ കുറിച്ചുള്ള അറിവും തുടർന്നുള്ള അനുകമ്പയും ഒരുവനിൽ ഇല്ലെന്ന് വന്നാൽ ആ മനുഷ്യൻ 7 മലങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഏഴ് മലങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദുർഗന്ധം വമിക്കുന്ന ദേഹം മാത്രമായി കരുതപ്പെടും. അങ്ങനെയുള്ള മനുഷ്യൻ മരുഭൂമിയിലെ വെള്ളമാണ്. അവന്റെ ജീവിതം കായും മണവുമില്ലാത്ത പൂവ് പോലെ പ്രയോജനശൂന്യമായും ഭവിക്കുന്നു. പൂവ് പോലെ കായും മണവുമില്ലാത്ത പൂവ് പോലെ പ്രയോജനശൂന്യമായും ഭവിക്കുന്നു. ഇനി അഞ്ചാമത്തെ മന്ത്രം എഴുതിക്കോളെ. നമ്മൾ ഇങ്ങനെ 6 വികാരത്തെ കുറിച്ച് 6 മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 6 മാറ്റങ്ങളെ ശാസ്ത്രീയമായിട്ട് ആദ്യമായി വേർതിരിച്ചത് യാസ്കരൻ എന്ന് പറയുന്ന മഹർഷിയാണ്. അപ്പൊ അതുകൂടെ ഒക്കെ ഒരു അറിവ് കിട്ടാൻ വേണ്ടി അതുകൂടെ ഒക്കെ ചേർത്തങ്ങ് എഴുതിക്കോ കേട്ടോ. നിരുക്തം എന്ന വേദാന്ത ശാസ്ത്രത്തിൽ നിരുക്തം എന്ന വേദാന്ത ശാസ്ത്രത്തിൽ യാസ്കരനാണ് ആദ്യമായി 6 വികാരങ്ങളെ വേർതിരിച്ചത്. ജനനം, ജീവിതം, മരണം. ജനനം, ജീവിതം, മരണം എന്നീ 3 ഘട്ടങ്ങളോട് കൂടിയതാണ് ആയുസ്. എന്നാണ് സാധാരണ കരുതി പോരാറ്. എന്നാൽ ദാർശനിക ചിന്ത ജീവിതത്തെ 6 ഭാവങ്ങളോട് കൂടി അഥവാ 6 ഘട്ടങ്ങളോട് കൂടിയാണ് കരുതുന്നത്. ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല. ഉണ്മയെ ഇവിടെ അസ്ഥി എന്ന് വിളിക്കുന്നു. ആ ഉണ്മയിൽ വ്യക്തിഭാവം രൂപം കൊള്ളുന്നു.
അതാണ് ജന്മം. ആ വ്യക്തിഭാവം വളരുന്നു. ആ വ്യക്തിഭാവം വളരുന്നു. അത് വൃദ്ധി. ഒരു ഘട്ടം എത്തുമ്പോൾ വളർച്ച നിന്നു പോകുന്നു. എന്നാൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് പരിണാമം. ഈ വ്യക്തിസത്തയുടെ ഓരോ വശവും ക്രമേണ ബലം ക്ഷയിച്ചു വരുന്നു. ഈ ഘട്ടത്തെ അപക്ഷയം എന്ന് വിളിക്കുന്നു. ചേച്ചി പതിയെ പറയാവോ? ഓക്കെ. ഈ വ്യക്തി സത്തയുടെ ഓരോ വശവും ക്രമേണ ബലം ക്ഷയിച്ചു വരുന്നു. ഈ ഘട്ടത്തെ അപക്ഷയം എന്ന് വിളിക്കുന്നു. ഈ ഘട്ടത്തെ ഈ ഒരു അവസ്ഥ ഈ ഘട്ടത്തെ നമ്മൾ അപക്ഷയം എന്ന് വിളിക്കുന്നു. അവസാനം വ്യക്തിസത്ത തിരിയെ ഉണ്മയിൽ വിലീനമായിത്തീരുന്നു. അതാണ് വിനാശം. ഇത് 6 മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ 6 മാറ്റങ്ങൾ എന്താണെന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നതാണ്. ഇനി ഒരാൾ ചോദിച്ചാൽ, ഒരാൾ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം. തിരിച്ചു പറഞ്ഞു കൊടുക്കാനുള്ള അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഒരു ജീവന് ഇവിടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന്. എന്നാൽ ഈ 6 മാറ്റങ്ങൾക്ക് എന്തിനുണ്ടാവുന്നില്ല? അടുത്ത എഴുതിക്കോ. ഈ 6 തരത്തിലുള്ള മാറ്റം ശരീരത്തിന് സംഭവിക്കുമ്പോൾ അതിലിരുന്നു കൊണ്ട് ഒരു മാറ്റവും കൂടാതെ അവയെ അറിയുന്ന സത്യമാണ് ബോധം. എഴുതാടുത്തത്. ജഡവും ബോധവും ഇരുട്ടും വെളിച്ചവും പോലെയാണ്. ജഡവും ബോധവും ഇരുട്ടും വെളിച്ചവും പോലെയാണ്. ജഡത്തിന് സ്വന്തം ഉണ്മയെ പോലും
അനുഭവിക്കാൻ സാധ്യമല്ല. ഉണ്മയെ പോലും അനുഭവിക്കാൻ സാധ്യമല്ല. സ്വയം അത് ശൂന്യമാണ്. സ്വയം അത് ശൂന്യമാണ്. ബോധമാവട്ടെ സ്വന്തം ഉണ്മയെ സ്പഷ്ടമായി അനുഭവിക്കുന്നു. അതോടൊപ്പം ജഡദൃശ്യങ്ങളുടെ ഉണ്മയും അനുഭവിക്കുന്നു. ഉരുവാമുടൽ അഥവാ ജഡദേഹം കൈവെടിഞ്ഞ് ഉരുവാമുടൽ എന്ന് പറഞ്ഞ അഥവാ ജഡദേഹം കൈവെടിഞ്ഞ് കീർത്തി സ്വരൂപം കൈക്കൊണ്ട് ഇങ്ങ് അതായത് ഈ ലോകത്ത് ജീവകാരുണ്യം ശാശ്വതമായി നിലനിൽക്കും. ഇനി മന്ത്രം 6. അർജുനനിലൂടെ 6ാമത്തെ മന്ത്രം. അർജുനനിലൂടെ ലോകത്തിനു സത്യസ്ഥിതി വെളിപ്പെടുത്തി കൊടുത്തിട്ട് അർജുനന്റെ തേർത്തെളിച്ച സത്യസ്വരൂപനായ കൃഷ്ണനോ അതോ ജീവകാരുണ്യത്തിനും സഹനശക്തിക്കും സമുദ്രമായി വർത്തിച്ച സാക്ഷാൽ ബുദ്ധനാണോ
അതോ ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുക്കൾ. ബ്രാക്കറ്റിലെ പ്രസ്ഥാനത്രയം എഴുതിയിട്ടോ കേട്ടോ. പ്രസ്ഥാനത്രയോന്ന്. ഈ മൂന്നിനെ ചേർത്ത് പറയുന്ന പേരാണ് പ്രസ്ഥാനത്രയോന്ന്. ഈ പ്രസ്ഥാനത്രയം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയുക. ഏതൊക്കെയാണ്? ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുക്കൾ. ഇവയെ മൂന്നും ചേർത്ത് പറയുന്ന പേരാണ് പ്രസ്ഥാനത്രയം. അപ്പം ബ്രാക്കറ്റിൽ എഴുതിയിടുക പ്രസ്ഥാനത്രയം. ഇവയ്ക്ക് ലളിതമായ അദ്വൈത ഭാഷ്യം രചിച്ച ശ്രീ ശങ്കരനോ, ഇതെല്ലാം ചോദ്യമാർക്കാണ്. ആരാണ് ഈ അനുകമ്പ നിറഞ്ഞ മനുഷ്യൻ? ഇനി മന്ത്രം 7. പുരുഷവേഷം ധരിച്ചെത്തിയ സാക്ഷാൽ ദൈവം തന്നെയാണോ ഈ അനുകമ്പ ഉള്ളവൻ? അതോ ദിവ്യമായ മനുഷ്യരൂപം ധരിച്ചെത്തിയ സാക്ഷാൽ ധർമ്മം തന്നെയാണോ ഈ അനുകമ്പാമൂർത്തി? അതോ ദൈവപുത്രനായി പിറന്ന ശ്രീ യേശുദേവനോ? അതോ ദൈവപുത്രനായി പിറന്ന ശ്രീ യേശുദേവനോ? അതോ കരുണാനിധിയായി ദൈവത്തിന്റെ പ്രവാചകനായ വിലമതിക്കാനാവാത്ത രത്നം ആയി പ്രശോഭിച്ച ശ്രീ നബി ദേവൻ തന്നെയാണോ? ഇനി നമുക്ക് 8ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. 8ാമത്തെ മന്ത്രം തുടങ്ങുകയാണ്. ചൊരം ആറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ, അരുതാതെ വലഞ്ഞു പാടി ഔധരമാം നോവു കെടുത്ത സിദ്ധനോ,
ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ജ്വരം ആറ്റി. നമ്മൾ പനിക്ക് ജ്വരം എന്നല്ലേ പറയാറ്. അപ്പൊ ആ മായുടെ അവിടെ ഇപ്പുറത്തോട്ട് എന്നുള്ള ആ വിസർഗം ചേർന്നതിന് ശേഷം അവിടെ അടുത്ത പൂർണ്ണാക്ഷരമായിട്ട് ആറ്റി എന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ജ്വരം ആറ്റി അതായിരിക്കും കൂടുതൽ യോജിക്കുന്നത്. കാരണം ഈ 8, 9 മന്ത്രത്തിൽ ഗുരു ശൈവ സിദ്ധാന്മാരെ കുറിച്ചാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കുക, ജ്വരമാറ്റി. അപ്പൊ അങ്ങനെ വരികയാണ് ഒന്നുകൂടെ പൂർണ്ണത വരുന്നത്. അകാരം അവിടെ വരണം. ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാമ്പേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടി ഔധരമാം നോവ് കെടുത്ത സിദ്ധനോ. ഇനി ഈ തമിഴിലെ സിദ്ധന്മാരെ, ശൈവ സിദ്ധന്മാരെ കുറിച്ച് ഗുരു നമുക്ക് ചോദിക്കുകയാണ്. ഇവരിൽ ആരെങ്കിലുമാണോ ഈ അനുകമ്പാമൂർത്തികളെന്ന്. വിഭൂതി എന്ന് പറഞ്ഞാൽ ഭസ്മോ എന്നാണ് അർത്ഥം. ജ്വരം എന്ന് പറഞ്ഞാൽ കടുത്ത പനിക്ക് നമ്മൾ ജ്വരം. ഇന്നത്തെ കാലത്ത് അങ്ങനെ പറയല്ല. പണ്ടൊക്കെ നല്ല ജ്വരം ബാധിച്ച് ഒരുപാട് മരണമൊക്കെ സംഭവിക്കുന്ന കാലം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ചെറുപ്പ സമയത്തൊക്കെ കടുത്ത പനി വന്ന്. ഇന്ന് അങ്ങനെ കടുത്ത പനി വന്നുള്ള മരണങ്ങള് വളരെ കുറച്ചേ ഉള്ളൂ. എന്നാൽ ഒരു കാലഘട്ടത്തിൽ കടുത്ത പനി വന്ന് മരണമൊക്കെ സംഭവിക്കുമായിരുന്നു. അപ്പോൾ ചോദിക്കുവാണ്, ആറ്റുക എന്ന് പറഞ്ഞാൽ തണുപ്പിക്കുക. ജ്വരം എന്ന് പറയുമ്പോൾ എന്താണ്? കടുത്ത ചൂടല്ലേ, നമ്മുടെ ദേഹം ചുട്ടു പൊള്ളുന്ന പോലെ നമുക്ക് നല്ല ചൂടായിരിക്കും. അയ്യോ കൈ പൊള്ളിപ്പോയെന്ന് നെറ്റിയെ കൈ തൊട്ടിട്ട് പറയത്തില്ല, അയ്യോ പൊള്ളുന്ന ചൂടാന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് പറഞ്ഞ ആറ്റുക, തണുപ്പിക്കുക. ആ ചൂടിനെ തണുപ്പിക്കുന്ന ഒരു വിഭൂതി കൊണ്ട്, ഒരു ഭസ്മം കൊടുത്തിട്ട് ആ പനിയെ ഇല്ലാതാക്കി തീർക്കുന്ന മുന്നരിതാം വേലകൾ, മുൻപ് ആരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ. മുന്നരിതാം വേല എന്ന് പറഞ്ഞാൽ മുൻപ് മറ്റാരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കാണിച്ച ആ മൂർത്തിയാണോ ആര്? ഈ അനുകമ്പാമൂർത്തി എന്ന്. ഇവിടെ തമിഴിലെ ശൈവ സിദ്ധനായ തിരുജ്ഞാന സംബന്ധർ എന്ന് പറയുന്ന ആ ദിവ്യനെയാണ് ഗുരു പരാമർശിക്കുന്നത്. കാരണം തമിഴ്നാട്ടിലെ കുബ്ജ പാണ്ഡ്യൻ എന്ന് പറയുന്ന ആ നാട്ടുരാജാവിന് കടുത്ത ജ്വരം ബാധിക്കുകയും ആ ജ്വരത്തെ ഈ തിരുജ്ഞാന സംബന്ധർ എന്ന് പറയുന്ന ശൈവസിദ്ധൻ അല്പം ഭസ്മം കൊടുത്ത് അദ്ദേഹത്തിന്റെ പനി മാറ്റുന്നുണ്ട്. ഈ ഒരു ചരിത്ര പശ്ചാത്തലമാണ്, അല്ലെങ്കിൽ ഈ ഒരു ആ ഇതിഹാസ പുരാണത്തിൽ മുൻപ് നടന്ന ഒരു കാര്യത്തെയാണ് ഗുരു ഈ വാക്കുകൾ കൊണ്ട് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു സിദ്ധന്, ഒരു ജ്ഞാനിക്ക് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. മഹാഗുരുവിന്റെ ജീവചരിത്രങ്ങൾ പഠിച്ചാലും ഗുരുവിനോട് ചേർന്ന് നിന്നവര് ഗുരുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാലും ഭഗവാനും ഇതുപോലെ ഒരുപാട് പേർക്ക് ഒരു ഭസ്മം കൊടുത്ത് അവരുടെ രോഗം മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരു പഴം കൊടുത്ത്, ഒരു കൽക്കണ്ടം കൊടുത്ത്, ഒരു മുന്തിരി കൊടുത്ത്. അപ്പൊ ഒരു ജ്ഞാനിക്ക് ഇത് സാധ്യമാകും എന്ന് ഗുരുവിന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഗുരു ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും മഹാഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നും അന്ധവിശ്വാസം എന്ന അവിശ്വാസികൾ പറഞ്ഞാലും പൂർണ്ണമായി ഗുരുവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തീരെ വയ്യെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നും അത് സാധ്യമാണ്. കാരണം ശരീരത്തോടു കൂടി ഇരുന്നപ്പോൾ ഗുരുവിന് എന്തൊക്കെ ഈ ഭൂമിയിൽ സാധിച്ചോ അതൊക്കെ ഇപ്പോഴും നടക്കും. കാരണം അറിവായി, പ്രകാശ സ്വരൂപനായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് മഹാഗുരുവിൻ്റെത്. അപ്പോൾ അന്ന് സാധിച്ച എന്തുകൊണ്ട് ഇന്ന് സാധിക്കുന്നില്ല? ഗുരുവിന്റെ ഒരു മൊഴിയുണ്ട്, ഇത് അവിശ്വാസികളുടെ കാലമാണെന്ന്. തീർച്ചയായിട്ടും ഇന്നും മരുന്നും മന്ത്രം എന്ന് പറയത്തില്ലേ, മരുന്നിനോടൊപ്പം അല്പം മന്ത്രം കൂടെ മഹാഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അല്പം ഭസ്മം സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് പോകേണ്ട രോഗം ഒരു മണിക്കൂർ കൊണ്ട് മാറും. അതൊക്കെ വിശ്വാസികളിൽ സാധ്യമാകും. അനുഭവമുള്ള ഒരുപാട് പേര് നമ്മളോടൊക്കെ സംസാരിക്കത്തില്ലേ. കാരണം ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഗുരു ഇങ്ങനെ പറഞ്ഞത്. ജ്വരം ആറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ. തിരുജ്ഞാന സംബന്ധർക്ക് കുബ്ജപാണ്ഡ്യൻ എന്ന് പറയുന്ന മഹാരാജാവിന്റെ ജ്വരം അല്പം വിഭൂതി കൊണ്ട്, ഭസ്മം കൊണ്ട് മാറ്റി സാധിച്ചു.
അങ്ങനെയുള്ള അദ്ദേഹത്തിന് ജീവകാരുണ്യത്തിന്റെ ആ കാരുണ്യത്തിന്റെ ഉറവിടമായിട്ടാണ് ഗുരു പറഞ്ഞു തരുന്നത്. ഈ ഒരു ഗുണവും നമുക്ക് ആരിൽ കാണാൻ സാധിക്കും? ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനിൽ കാണാൻ സാധിക്കും. ഇനി അരുതാതെ വലഞ്ഞു പാടി ഔധരമാം നോവ് കെടുത്ത സിദ്ധനോ. കലശലായ വയറുവേദന ഉണ്ടായപ്പോൾ ആ വയറുവേദനക്ക് എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും ആ വയറുവേദന മാറാതിരുന്നപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ഭഗവാന്റെ തിരുനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ നാമങ്ങൾ സങ്കീർത്തനം പാടി പാടി തന്റെ രോഗത്തെ ഭേദമാക്കിയിട്ടുണ്ടാര്? അപ്പർ എന്ന് പറയുന്ന സിദ്ധന്. അദ്ദേഹത്തിന്റെ വയറുവേദന ഈ പാട്ടുപാടി, ഭഗവാന്റെ പാട്ടുപാടിയാണ് മാറ്റിയത്. നാരായണീയം ആലപിക്കാറില്ലേ? ഒരുപാട് പേര് ആലപിക്കാറുണ്ട്. ആ നാരായണീയത്തിന്റെ മഹത്വം എന്താണ്? മേൽപ്പത്തൂര് തന്റെ രോഗം ഈ നാരായണീയത്തിലൂടെ പാടിയാണ്, ഭഗവാനെ പാടി സ്തുതിച്ചാണ് തന്റെ രോഗത്തെ മാറ്റിയത്. അപ്പോൾ ഇന്നും മഹാഗുരു നമുക്ക് ഒരുപാട് പ്രാർത്ഥന തന്നിട്ടുണ്ട്. ഭഗവാന്റെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കും എന്ത് സംഭവിക്കും? രോഗം മാറും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം അന്ന് ആളുകൾക്ക് ഭക്തി കൊണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട്, ആ ഗാനാലാപനം കൊണ്ട് രോഗങ്ങൾ മാറിയെങ്കിൽ ഇന്നും അത് സാധ്യമാകും. അതുകൊണ്ടാണ് ശ്രീ ഭദ്രകാളി അഷ്ടകം എന്ന് പറയുന്ന ഭഗവാന്റെ കൃതിയുടെ ഫലസ്തുതിക്കകത്ത് ഗുരു പറയുന്ന എന്താണ്? ഇത് ഭക്തിപൂർവ്വം രാവിലെ പഠിക്കുന്നവർക്ക്, പാഠനം ചെയ്യുന്നവർക്ക് അവരുടെ രോഗവും എല്ലാ പാപങ്ങളും കാറ്റടിച്ച് കാർമേഘം എപ്രകാരമാണോ മാറുന്നത് അതുപോലെ മാറും. ഉറപ്പാ ഗുരു പറഞ്ഞു തരുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ ആ ഭക്തി എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും ഒരു ഭക്തി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപാട് ഭക്ത കവികളുടെയൊക്കെ ജന്മം കൊണ്ട നാടാണ് ഭാരതം എന്ന് പറയുന്നത്. മീരയുടെ ഭക്തി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? വിഷം പാനം ചെയ്യാൻ കൊടുത്തിട്ടും ഭഗവാന്റെ പ്രസാദമാണെന്ന് വിചാരിച്ച് അത് പാനം ചെയ്തപ്പോൾ മീരയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. മീരയിലുള്ള കൃഷ്ണഭക്തി, ഏതൊരു മൂർത്തിയാണോ നമ്മൾ ആരാധിക്കുന്ന ആ മൂർത്തിയിൽ അചഞ്ചലമായ ഭക്തി നമുക്കുണ്ടായിരിക്കണം. ശ്രീനാരായണ ഗുരുദേവനാണ് എന്റെ പരമദൈവം എന്ന് പറയുകയും ഗുരുവിനെ ഇട്ടേച്ച് പല സ്ഥലത്തേക്ക് ഓടി നടക്കുകയും ചെയ്തിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? ഒരു കാര്യം നടക്കത്തില്ല. ഗുരുവിനെ പരദൈവമായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും അത് ഉണ്ടായിരിക്കണം. നമ്മുടെ കൃഷ്ണനും നമ്മുടെ ശിവനും നമ്മുടെ ദേവിയും എല്ലാം ആര് തന്നെയാണ്? ഗുരു തന്നെയാണെന്ന് ഉറപ്പിക്കണം. കാരണം മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിൽ എല്ലാവരും പല വ്യത്യസ്ത തരത്തിലുള്ള ആഭരണങ്ങൾ അണിയുന്നുണ്ട്. ഈ ആഭരണങ്ങളിലൊക്കെ നിൽക്കുന്ന പരമമായ സത്യം എന്ന് പറയുന്ന സ്വർണമാണ്. അതുപോലെ വേദാന്തത്തിൽ പറഞ്ഞ മണ്ണുകൊണ്ടുണ്ടാക്കിയ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്ന, മാറ്റമില്ലാതെ നിൽക്കുന്ന വസ്തു എന്ന് പറയുന്ന മണ്ണ് മാത്രമേ ഉള്ളൂ. കുടമുടഞ്ഞാലും ചട്ടി ഉടഞ്ഞാലും ആ മണ്ണുകൊണ്ട് പൂജ ഉടഞ്ഞാലും എന്തുടഞ്ഞാലും മണ്ണ് അവിടെ ശേഷിക്കും. അതുപോലെയാണ് സകല ദേവതാ ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ഗുരുവെന്ന ആ പരബ്രഹ്മം തന്നെയാകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ മരുത്വാമലയിൽ നിന്ന് താഴേക്കിറങ്ങി വരുമ്പോൾ അവിടുന്ന് സ്വയം സ്വീകരിച്ച നാമം എന്താണ്? നാരായണ ഗുരുവെന്നാണ് സ്വീകരിച്ചത്. ഗുരുവെന്ന വാക്കിന് അർത്ഥം അറിയാതെയല്ല ഗുരു ആ നാമം സ്വീകരിച്ചത്. ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകാൻ വേണ്ടി ആ ബ്രഹ്മം ആ പൂർണ്ണ രൂപത്തിൽ ഭൂമിയിലേക്ക് തിരുശരീരം എടുത്തു വന്നതാണെന്ന് അതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ശിവലിംഗദാസ സ്വാമികളും കുമാരനാശാനും അതൊക്കെ ഊട്ടിയുറപ്പിച്ചു തരുന്നുണ്ട്. ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികള് ഈശ്വര പ്രാർത്ഥനയിലൂടെ കളവങ്കോട് ക്ഷേത്രത്തിൽ ആ കണ്ണാടിയില് ഓം ശാന്തി എന്നെഴുതി ഓംകാരത്തെ ഗുരു പ്രതിഷ്ഠിച്ചപ്പോൾ അർദ്ധനാരീശ്വരനെ ആ തൊട്ടു മുന്നിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥനാഗീതം എഴുതി കൊടുക്കാൻ ഗുരു ആവശ്യപ്പെട്ടപ്പോൾ ഈശ്വര പ്രാർത്ഥന എന്ന പേരില് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ ഒരു കീർത്തനം രചിക്കുകയും ചെയ്യുന്നത്. അതിൽ ദൈവത്തിനൊത്ത ഗുരുവര്യൻ എന്നാ പറയുന്നത്. ദൈവവും ഗുരുവും രണ്ടല്ല, ശിവനും ഗുരുവും രണ്ടല്ല.
അത് ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ഇവര് രണ്ടുപേരും രണ്ടല്ല ഒന്ന് തന്നെയാകുന്നു എന്നാ പറയുന്നത്. കാരണം ഈ ദേവതകളെയൊക്കെ നമ്മുടെ സങ്കല്പത്തിലേ ഉള്ളു. അവര് വരച്ച് സങ്കല്പത്തിൽ കലാകാരന്മാർ വരച്ചു തന്ന രൂപങ്ങളെ. എന്നാൽ കൺകണ്ട ദൈവം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഗുരുവിനെ കണ്ട കണ്ണുകള്, അവരിലൂടെ വന്ന തലമുറ ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു യോഗിക്ക് സാധ്യമാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഗുരു നമ്മളോട് ഇത് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതൊന്നും അന്ധവിശ്വാസമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഏതൊന്നിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. ഒരിക്കലും ഗുരുവിന്റെ അടുത്ത് ഒരാളെ എന്ന് ചോദിച്ച് ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ചോദിക്കാൻ വന്ന ആളുടെ ഗുരു ചോദിച്ച് താങ്കളുടെ അഭിപ്രായം എന്നാണ്, എന്നിട്ട് വേണ്ട മറുപടി പറയാനേ. ഗുരു അങ്ങനെയാണ്, ചോദ്യം കൊണ്ട് വന്നാൽ ഒരു മറുചോദ്യം ചിലപ്പോൾ അങ്ങ് ചോദിച്ചെന്നിരിക്കും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞു. ഗുരു ചോദിച്ചു പിന്നെന്താ സംശയമെന്ന്. ഇങ്ങനത്തെ സംശയം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ ഗുരുവിനോട് ഉണ്ടോ എന്ന് ചോദിക്കാൻ ചെന്നത്. ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. യാതൊരു പ്രത്യയശാസ്ത്രത്തിൽ ഏതെന്നിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതിൽ ഉറച്ചു വിശ്വസിക്കാം. ഒരു നിരീശ്വരവാദി ഏറ്റവും നല്ല നിരീശ്വരവാദി ആയിരിക്കണം ഗുരുവിന്റെ കാഴ്ചപ്പാട്. ഒരു അധ്യാപകൻ ഏറ്റവും നല്ല അധ്യാപകനായിരിക്കണം. ഒരു മുടി വെട്ടുന്നവനാണ് ഏറ്റവും നല്ല രീതിയിൽ മുടി വെട്ടുന്ന ചെയ്യണം. അതാണ് അവന് നിക്ഷിപ്തമായ ധർമ്മം എന്ന് പറയുന്നത്. സ്വധർമ്മം കൃത്യമായി അനുഷ്ഠിക്കുന്നവനെയാണ് ഗുരുവിന് ഇഷ്ടം. അല്ലാതെ ആരെയും ഗുരു മതം മാറ്റാനോ ഗുരുവിന്റെ പിറകെ വരാനോ ഗുരു പറഞ്ഞില്ല. അതിന്റെ ഏറ്റവും വലിയ ചരിത്ര സംഭവം എന്ന് പറയുന്നത് നമുക്ക് സഹോദരൻ അയ്യപ്പന്റെ കാര്യം തന്നെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ് അയ്യപ്പനെ ഗുരു ചേർത്ത് നിർത്തുകയും ചെയ്ത്. അയ്യപ്പന്റെ വാക്കിൽ 3 പ്രാവശ്യം ധർമ്മം ഉണ്ടായിരുന്നു. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം, യഥോചിതം. ഗുരു എന്താ പറഞ്ഞത്? അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ഈശ്വരൻ ഉണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാൻ നമ്മൾക്ക് തരുന്ന ഉറപ്പാണ്, നമ്മുടെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവര് ഒന്നിനെയും ഭയപ്പെടേണ്ട എന്ന്. പലരും നമ്മളോട് ചോദ്യം ചെയ്തുകൊണ്ട് വരും. പക്ഷെ ഉറച്ചു നിൽക്കുക, ഒരു സാക്ഷാത് ബ്രഹ്മം തന്നെയാവുന്നു. അത് ഉറപ്പിച്ച് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പോൾ ജ്വരം ആറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ എന്ന് ആ ശൈവസിദ്ധനെ ഗുരു ഓർമ്മപ്പെടുത്തുമ്പോൾ, അതുപോലെ തന്നെ അരുതാതെ വലഞ്ഞു പാടി ഔധരമാം നോവ് കെടുത്ത സിദ്ധനോ എന്ന് മറ്റൊരു സിദ്ധനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആർക്കും പ്രാപ്തി ഉണ്ടായിരുന്നു? മഹാഗുരുവിന് പ്രാപ്തി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഇന്നും പ്രാപ്തി ഉണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തുക. ആരൊക്കെ ചോദ്യം ചെയ്ത് വന്നാലും സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ അസാധ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല. കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അവിടുത്തെ ഉള്ളെങ്കിലിരിക്കുന്ന നെല്ലിക്ക പോലെ അവിടത്തേക്ക് സ്പഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നാം അറിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന്. അപ്പോൾ ഈ ചരിത്ര കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി വെക്കാം. ഇവരുടെ പേര് മറന്നു പോവല്ലേ. ഒരാളുടെ പേര് തിരുജ്ഞാന സംബന്ധരും, ഒരാള് അപ്പർ എന്ന് പറയുന്ന ജ്ഞാനിയാണ്. ഒന്ന് എഴുതി വെച്ചോളൂ ഈ 2 പേരുകൾ കേട്ടോ. നോട്ട് എഴുതാം. ഒന്ന് ഒരാള് കൈവക്കിക്കൊന്ന്. കൈവക്കുന്നില്ലേ? ഓക്കെ. നോട്ട് ഇവിടെ പറയുവാണേ. ഭസ്മം പൂശി കുബ്ജ പാണ്ഡ്യന്റെ ഭസ്മം പൂശി കുബ്ജ പാണ്ഡ്യന്റെ ജ്വരം ഭേദമാക്കി മുൻപാരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ കാട്ടിയ
മഹാസിദ്ധൻ ആയിരുന്ന തിരുജ്ഞാന സംബന്ധരാണോ? തിരുജ്ഞാന സംബന്ധരാണോ? ഇവിടെ വായിക്കാവേ. ഭസ്മം പൂശി കുബ്ജപാണ്ഡ്യന്റെ ജ്വരം ഭേദമാക്കി മുൻപാരും കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ പലതും കാട്ടിയ, അത്ഭുതങ്ങൾ പലതും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത്ഭുതങ്ങൾ കാട്ടിയ മഹാസിദ്ധനായിരുന്ന തിരുജ്ഞാന സംബന്ധരാണോ? ചോദ്യം ചിഹ്നിട്ടുക. അതിനുശേഷം അതോ ഒരു പോംവഴിയുമില്ലാതെ, അതോ ഒരു പോംവഴിയും ഇല്ലാതെ കടുത്ത വയറുവേദന കൊണ്ട്, ഒരു പോംവഴിയും ഇല്ലാതെ കടുത്ത വയറുവേദന കൊണ്ട് വലഞ്ഞിരിക്കുമ്പോൾ കടുത്ത വയറുവേദന കൊണ്ട് വലഞ്ഞിരിക്കുമ്പോൾ ഭഗവത് കീർത്തനങ്ങൾ ആലപിച്ച്, ഭഗവത് കീർത്തനങ്ങൾ ആലപിച്ച് ആ വേദനയെ, ഭഗവത് കീർത്തനങ്ങൾ ആലപിച്ച് ആ വേദനയെ ഇല്ലാതാക്കിയ അപ്പർ എന്ന മഹാജ്ഞാനിയാണോ? മഹാജ്ഞാനിയാണോ? ഈ അനുകമ്പ ആണ്ടവൻ? ഇനി 9ാമത്തെ മന്ത്രം. ഹരനെഴുതി പ്രസിദ്ധമാം മറയുന്നോദിയ മാമുനീന്ദ്രനോ, മരിയാതുടലോട് പോയൊര പരമേശന്റെ പരാധ്യഭക്തനോ. ചൊല്ലുമ്പോ ശ്രദ്ധിക്കുക. ഹരൻ അന്നെഴുതി, ഹരൻ എന്നെഴുതി എന്ന് എഴുതരുത്, ചൊല്ലരുത്. ചൊല്ലുന്നത് എങ്ങനെയാണ്? ഹരൻ അന്നെഴുതി. ഹരൻ എന്ന് പറഞ്ഞാൽ മഹാദേവനെയാണ് അർത്ഥമാക്കുന്നത്. ഹരൻ അന്നെഴുതി, ഹരൻ അന്ന് എഴുതിയെടുത്തത് എന്ന അർത്ഥത്തിലാണ്. പ്രസിദ്ധമാം, ഇവിടെയും തമിഴിലെ തിരുവാചകം എന്ന് പറയുന്ന ആ വേദഗ്രന്ഥത്തെ, അതിന്റെ രചനാ കാലഘട്ടത്തെ കുറിച്ചാണ് കൂടി സൂചിപ്പിക്കുന്നത്. ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മറ എന്ന് പറഞ്ഞ വേദം, തമിഴരുടെ ശ്രേഷ്ഠമായ വേദമാണ് തിരുവാചകം എന്ന് പറയുന്നത്. അപ്പോൾ ഹരൻ അന്ന് എഴുതിയെടുത്ത പ്രസിദ്ധമായ മറയായ തിരുവാചകം, അത് ഓതിത്തന്ന വേദത്തെ നമ്മൾ ഓതിത്തരിക എന്നാ പറയുന്നത് അല്ലെ, വേദം ഓതുക എന്നാ പറയുന്നത്. മറയെന്നോതിയ മാമുനീന്ദ്രനോ, അത്ര ശ്രേഷ്ഠനായ ആ തമിഴിലെ സിദ്ധനായ മാണിക്യവാചർ എന്ന് പറയുന്ന ആ സിദ്ധനെയാണ്, തമിഴ് സിദ്ധനെയാണ് ഗുരുദേവൻ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുന്നത്. ആ മാണിക്യവാചര് പറഞ്ഞു കൊടുത്ത് ആരെഴുതിയെടുത്ത്? സാക്ഷാൽ മഹാദേവൻ തന്നെ എഴുതിയെടുത്ത ആ തിരുവാചകം ആണോ ഇത്? അനുകമ്പയ്ക്ക് പകരമായിട്ട് ഗുരു പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഈ അനുകമ്പാമൂർത്തികൾ ഇവരൊക്കെയാണോന്ന്. കാരണം അവരൊക്കെ അത്ര ശ്രേഷ്ഠമായ കാവ്യങ്ങളൊക്കെ രചിച്ചു തന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ് രചിച്ചു തന്നത്.
അപ്പൊ അവരുടെയൊക്കെ ഉള്ളിലെ കാരുണ്യം കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തു തന്ന ഗുരു പറഞ്ഞു തരുന്നത്. ഇത്ര ശ്രേഷ്ഠമായ തിരുവാചകം എന്ന് പറയുന്ന ആ വേദം സാക്ഷാൽ ശിവഭഗവാൻ എഴുതിയെടുക്കണമെങ്കിൽ അതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കിക്കേ, മര്യാദുടലോട് പോയ ആ പരമേശന്റെ പരാർത്ഥ്യ ഭക്തനോ. ഉടലോട് സ്വർഗലോകത്തിൽ പോയവരുടെ കഥകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്, നമ്മൾ വായിക്കാറുണ്ട് കഥകളൊക്കെ. പുരാണത്തിൽ ഉടലോട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ശ്രമിച്ച ത്രിശങ്കുവിന്റെ കഥ നമുക്കറിയാം. വിശ്വാമിത്രൻ എന്ന മഹാമുനി തന്റെ എല്ലാ തപശക്തികളും ഉപയോഗിച്ച് സകല ദേവതകളും എതിർത്തിട്ടും ത്രിശങ്കുവിനെ ഉടലോടുകൂടി സ്വർഗത്തിൽ വിടാൻ തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെ ഉടലോടുകൂടി സ്വർഗത്തിൽ ചെല്ലാൻ ദേവന്മാർ സമ്മതിക്കുമോ? ദേവന്മാരാരും സമ്മതിച്ചില്ല. ഇവിടെ നമുക്ക് ഒരു മഹാമുനിയുടെ, ഒരു ഗുരുവിന്റെ ഇച്ഛാശക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സകല ദേവന്മാരും എതിർത്തിട്ടും ഒരു ഗുരുവിന്, ഒരു മുനിക്ക് തന്നെ ആശ്രയിച്ച ഭക്തനെ സ്വന്തമായിട്ട് ഒരു സ്വർഗം നിർമ്മിച്ച് അവിടെ കൊണ്ടേ സ്ഥാപിക്കാൻ സാധിച്ചു. ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? തപശക്തി കൊണ്ട് ജ്ഞാനമാർജിച്ചാൽ, ആ സകല കർമ്മങ്ങളും ദഹിപ്പിച്ചാൽ, ഒരു ധർമാണ ദർശനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന പോലെ ദത്വാ ജ്ഞാനാഗ്നിന സർവം ഉദ്ദിശ്യ ജഗദാഹിതം കരോതി വിധിവത് കർമ്മ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിത. ബ്രഹ്മത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു ഋഷിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. സ്വന്തമായിട്ട് ത്രിശങ്കുവിന് ഒരു സ്വർഗം സൃഷ്ടിച്ചാരി കൊടുത്ത് വിശ്വാമിത്ര മഹാമുനി നൽകുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്ന ആരെ കുറിച്ചാണ്? ഇങ്ങനെ ഉടലോട് സ്വർഗത്തിൽ പോയവരെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ പൂന്താനം ഉടലോടെ സ്വർഗത്തിൽ പോയ ആളുടെ കൂട്ടത്തിലാണ് പറയുന്നത്. അതുപോലെ തന്നെ തിരുവള്ളുവര്, സഹോദരി ഔവയാറ്, ഭക്തനന്ദനാറ്, രാമലിംഗ സ്വാമികള്, ചൈതന്യ മഹാപ്രഭു, വില്യമംഗല സ്വാമിമാർ, ഇങ്ങനെ മലയാളത്തിൽ ഒരുപിടി ആൾക്കാർ എങ്ങനെയാ പറയുന്നത്? അവര് ഉടലോടെ സ്വർഗത്തിൽ പോരാന്നാ പറയുന്നത്. സുന്ദരമൂർത്തി നയനാര്, ആ സിദ്ധനും ഉടലോടെ സ്വർഗത്തിൽ പോയതെന്നാണ് പറയുന്നത്. ഇതിന് ഗുരു പറയുന്നത് എന്താണെന്നറിയാമോ? അവര് ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇവിടെ തന്നെ മുക്തിയെ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ആ സിദ്ധന്മാരുടെ ദേഹവിയോഗത്തെ ഒരു പക്ഷെ അങ്ങനെ പറയുന്നതായിരിക്കാം എന്ന് ഗുരു ഒരു പറഞ്ഞു തരുന്നുണ്ട് കേട്ടല്ലോ. അല്ലാതെ ഉടലോടെ ആരും പോയിട്ടില്ല എന്നാണ്. അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും പോകാത്തെന്ന് ചോദിക്കത്തില്ല നിങ്ങള്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാലത്തിന് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചൊക്കെ എടുക്കണം. ഇവിടെ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്തിരുന്നാൽ തന്നെ സിദ്ധന്മാരായി യോഗികളായിരിക്കാൻ വേണ്ടി ചിലർക്കൊക്കെ സാധിക്കും. അതൊക്കെ അവരുടെ ആ അനുകമ്പ, അല്ലെ കാരുണ്യം, സ്നേഹം, ഇതുപോലെയൊക്കെയുള്ള നല്ല ഗുണങ്ങൾ കൊണ്ടാണ്. അപ്പൊ പ്രസിദ്ധമായ മറയെന്ന് പറഞ്ഞ വേദം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹരൻ അന്നെഴുതി ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹരൻ എന്നെഴുതിയും ചൊല്ലരുത്. ഹരൻ അന്നെഴുതി പ്രസിദ്ധമാ മറയെന്നോതിയ മാമുനീന്ദ്രനോ. ഇവിടെ ആരെയാണ്? തിരുവാചകം എന്ന് പറയുന്ന വേദം, തമിഴ് വേദം നമുക്ക് രചിച്ചു തന്ന മാണിക്യവാചർ എന്ന് പറയുന്ന തമിഴ് സിദ്ധനെയാണ് ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മര്യാദുടലോട് പോയര പരമേശ്വരന്റെ പരാത്യ ഭക്തനോ, മരിക്കാതെ തന്നെ ഉടലോട് സ്വർഗലോകം പോകിയ സുന്ദരമൂർത്തി നയിനാർ എന്ന് പറയുന്ന തമിഴ് സിദ്ധനെയാണ് ഗുരു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ രണ്ട് സിദ്ധന്മാരെ ഇവിടെ വന്ന്, ഇതിന് മുന്നിൽ രണ്ട് സിദ്ധന്മാരെ വന്ന്. കാരണം തമിഴിലെ ശൈവ സിദ്ധന്മാരെ കുറിച്ച് ഭഗവാന് വലിയ താല്പര്യമുണ്ടായിരുന്നു. ഇവരുടെ സുന്ദരമൂർത്തി നയനാർ രചിച്ച കവിതകളാണ് തേവാരം കവിതകൾ എന്നറിയപ്പെടുന്നത്. ഗുരു നമുക്ക് പദ്യങ്ങളില്ലേ, ഗുരു നമുക്ക് പദ്യങ്ങൾ തന്നിട്ടില്ലേ? 5 പദ്യം ഗുരുവിൻ്റെതായിട്ടും ഉണ്ട് നമുക്ക്, തേവാര പദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് എഴുതിയെടുത്തു. താൻ ചൊല്ലിക്കൊടുത്തു സാക്ഷാൽ ശിവഭഗവാൻ തന്നെ എഴുതിയെടുത്ത പ്രസിദ്ധ തമിഴ് വേദമായ
തമിഴ് വേദമായ തിരുവാചകം. ഈ തിരുവാചകത്തിലൊക്കെ ഗുരു വ്യാഖ്യാനങ്ങൾ പറയുമായിരുന്ന പറയുന്നത്. തമിഴർ ഇതിന്റെ വ്യാഖ്യാനം പോലും പറയാൻ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ ആ അവധൂത സമയത്ത് തമിഴിലെ ഒരു പുസ്തക കച്ചവടക്കാരന്റെ കടയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നല്ലോ. അവിടുത്തെ ഇരുന്നു കൊണ്ട് ഗുരു ഈ തമിഴിലെ ഈ തിരുവാചകത്തിനൊക്കെ വ്യാഖ്യാനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ ആ സമയത്ത് പറയുന്ന തമിഴർ ഇതിന് വ്യാഖ്യാനം പറയാൻ ഭയപ്പെട്ട് നിൽക്കുവായിരുന്നു. കാരണം അത്രയ്ക്ക് അഗാധമാണ് ഇതിലെ കാര്യങ്ങളൊക്കെ. ശ്രീനാരായണ ഗുരുദേവൻ വളരെ അനായാസമായി ഇതിന്റെ വ്യാഖ്യാനങ്ങൾ ഭഗവാനെ കേൾക്കാനിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ തിരുവാചകത്തിന്റെ ആ മഹത്വം ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സംഭവം ഓർത്തപ്പോൾ പറഞ്ഞു തന്നത്. ശിവഭഗവാൻ തന്നെ എഴുതിയെടുത്ത പ്രസിദ്ധ തമിഴ് വേദമായ തിരുവാചകം രചിച്ച പ്രസിദ്ധനായ മാണിക്യവാചകർ വാചകർ എന്ന് പറയും, ഉച്ചാരണ പേരല്ലേ. മാണിക്യവാചകർ ആണോ നമ്മളോട് ചോദിക്കുകയാണോ? അതോ മരിക്കാതെ ശരീരത്തോടു കൂടി സ്വർഗലോകം പൂകിയ സുന്ദരമൂർത്തി നയിനാറാണോ? അതോ മരിക്കാതെ ശരീരത്തോടു കൂടി സ്വർഗലോകം പൂകിയ സുന്ദരമൂർത്തി നയിനാർ ആണോ? ഇവിടെ എഴുതി വെച്ചോളെ. സുന്ദരമൂർത്തി രചിച്ച കൃതികൾ തേവാരം കൃതികൾ. സുന്ദരമൂർത്തി രചിച്ച കൃതികളെ എങ്ങനെ അറിയപ്പെടുന്ന? തേവാരം കൃതികൾ എന്ന പേരിൽ പ്രസിദ്ധമാണ്. തേവാരം കൃതികൾ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഇനി ഇതുകൂടെ ഒന്ന് എഴുതി വെച്ചോണേ. ജ്ഞാനിയുടെ ജീവൻ മുക്തിയെ പരോക്ഷമായി പരാമർശിക്കുന്നതായിരിക്കാം ഈ ഉടലോടെയുള്ള സ്വർഗപ്രാപ്തി. അനുകമ്പാമയനായ ജ്ഞാനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായി തീരുന്നു എന്ന് താത്പര്യം. അനുകമ്പാമയനായ ജ്ഞാനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായി തീരുന്നു എന്ന് താത്പര്യം. ഇനി 10ാമത് ഒരു മന്ത്രവും ഒരു ഫലശ്രുതിയും ഉണ്ട് നമുക്ക്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇന്ന് അനുകമ്പാദശകത്തിന്റെ ഈ 9ാമത്തെ മന്ത്രം കൊണ്ട് ഇവിടെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായം ഉണ്ട്, അതുപോലെ നമ്മുടെ സമർപ്പണമുണ്ട്. ക്ലാസ് സമർപ്പിക്കുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്തേ. നമസ്തേ ടീച്ചറെ. നമസ്കാരം. നമസ്തേ. നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ഒരു അവലോകനം നടത്തുന്നതിനായിട്ട് ശ്രീ രാജേഷ് പി കെ ക്ഷണിക്കുകയാണ്. ശ്രീ രാജേഷ് പി കെ. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി തന്നെ ടീച്ചർ ക്ലാസ് എടുക്കുന്നു. ഇപ്പോൾ ആത്മോപദേശതകത്തിൻ്റെ കൃതി പഠിപ്പിക്കുന്നതിന് തന്നെ ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണം. അതിൻ്റെ പുറമെ പ്രഭാഷണങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ക്ലാസ്സും ഇങ്ങനെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം, വീട്ടുകാര്യങ്ങളെല്ലാം നോക്കണം. ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ
ഇത്രയും വലിയൊരു ജീവിതത്തിൻ്റെ നല്ല ഭാഗം നമ്മളെപ്പോലെ ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് അർപ്പണ ബുദ്ധിയോടുകൂടി ഈ പ്രവർത്തിക്കുന്ന സന്ധ്യ ടീച്ചറിന് വളരെ വളരെ നന്ദി, ആദരവും എല്ലാം പ്രകടിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരാൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു അവലോകനം പറയണമെന്ന് പറയുകയാണ്. ശ്രീമതി നിമിഷ ജയൻ. നിമിഷ ഇല്ലാന്ന് തോന്നുന്നു. ശ്രീ വിനോദ് കുമാർ. ശ്രീ വിനോദ് കുമാർ ലൈനിലുണ്ടോ? ശ്രീമതി അജിത സാബു. ശ്രീമതി അജിത ഓൺലൈനിൽ കാണുന്നുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ശ്രീമതി ശൈലജ. നമ്മുടെ സമയം ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് 9ാമത്തെ ശ്ലോകം വരെയാണ് ടീച്ചർ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിരിക്കുന്നത്. അടുത്ത ഒരു ക്ലാസ്സോട് കൂടി നമ്മളുടെ 10ാമത്തെ ശ്ലോകവും ഫലശ്രുതിയും കൂടി അനുകമ്പാ ദശകത്തിൻ്റെ ക്ലാസ് പര്യവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം. സമർപ്പണം പ്രാർത്ഥനയ്ക്കായി ശ്രീ ഷിനോയ് അയർക്കുന്നതാണ്. നമസ്തേ. ഇന്നത്തെ ക്ലാസ് ഇന്നിവിടെ അവസാനിച്ചിരിക്കാതെ എല്ലാവർക്കും ഈ ഗൂഗിൾ മീറ്റിൽ നിന്ന് ലെഫ്റ്റ് ആകാവുന്നതാണ്.